ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ NIOSന്റെ 2025 ഏപ്രിൽ ബാച്ചിലെ പരീക്ഷ കഴിഞ്ഞു, റിസൾട്ടൊക്കെ വന്നിട്ടുള്ള സ്റ്റുഡൻസിന് നിങ്ങളുടെ ഫെയിൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വീണ്ടും എഴുതിയെടുക്കാനുള്ള എക്സാം ലിങ്ക് വരുമോ അല്ലെങ്കിൽ എന്നായിരിക്കും എന്നുള്ളതൊക്കെ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പം നിങ്ങൾക്കുള്ള എക്സാം പോർട്ടൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. എക്സാം പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. ജൂലൈ 28 വരെ ഫൈൻ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഫീസ് അടച്ച് എക്സാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ 28 കഴിഞ്ഞു ഓഗസ്റ്റ് 4 വരെ നിങ്ങൾക്ക് 150 രൂപ ഫൈന് കൊടുത്തിട്ടായിരിക്കും ഫീസ് അടയ്ക്കാൻ വേണ്ടി പറ്റുക. അത് കഴിഞ്ഞാൽ പിന്നെ 1800 രൂപ ഫൈനാണ് വരുന്നത്. ഫൈനിലേക്കൊന്നും പോകണ്ട. ഈ ജൂലൈ 28 ആകുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി സ്റ്റുഡൻസ് ഇത് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് എക്സാം നിങ്ങൾക്കിപ്പം ഫെയിൽ ആയ എക്സാം മാത്രം എഴുതിയാൽ മതിയോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ NIOSൽ നിങ്ങൾക്ക് വേറെ എക്സാംസ് ഒക്കെ പോലെ തന്നെ നമ്മളിപ്പം ഏതാണോ ഫെയിൽ ആയത് അത് മാത്രമല്ലേ എഴുതൂ. അതുപോലെ തന്നെയാണ് NIOS ബോർഡിലും. നിങ്ങളിപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന 5 സബ്ജക്റ്റുകളിൽ ഇപ്പോൾ ഏതാണ് ഫെയിൽ ആയത്, ഹിസ്റ്ററിയോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ഫിസിക്സോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒന്നായിരിക്കുമല്ലോ ഫെയിൽ ആയിട്ടുണ്ടാവുക, 1, 2 ഒക്കെ. അപ്പോൾ അതുപോലെ നിങ്ങൾ ഏതാണോ ഫെയിൽ ആയിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റ് മാത്രം നിങ്ങൾക്ക് ഈ എക്സാമിൽ എഴുതിയാൽ മതി. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള എക്സാം പോർട്ടൽ വഴി നിങ്ങൾക്ക് ഫെയിൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങൾ എല്ലാ സബ്ജക്റ്റും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുള്ളത് ഏപ്രിൽ ബാച്ചിലെ എക്സാം ആയിരിക്കും. ഏപ്രിൽ ബാച്ചിലെ എക്സാം പോലെ തന്നെയാണോ ഒക്ടോബർ ബാച്ചിൽ എഴുതുന്ന സമയത്ത് കൂടുതൽ ടഫ് ആയിരിക്കുമോ അല്ലെങ്കിൽ നമ്മളെ തോൽപ്പിച്ച് കളയോ അങ്ങനെയുള്ളതൊക്കെ കുറച്ചൊരു എക്സാം ഫിയർ കുട്ടികൾക്കുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. കാരണം NIOSൽ ഇയർലി 2 ബാച്ചസ് ആയിട്ട് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിൽ ഒരു എക്സാം ഈസിയാണ്, ഒരു എക്സാം ടഫാണ് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് വീണ്ടും പഠിച്ചത് ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ എല്ലാവരും പഠിച്ച മെത്തേഡിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റിയിട്ടായിരിക്കും നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റാതിരുന്നതോ അല്ലെങ്കിൽ വേണ്ട ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാവാതിരുന്നതോ ഒക്കെ. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ വെച്ച് നന്നായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.